Today we can learn the topic recent trends in management accounting. We have already learned about what is management accounting. Management accounting is an accounting which provide information to management for discharging various functions of management like planning, decision making and controlling. So we have to discuss about some modern trends in the reporting. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് അല്ലേ. നമുക്കറിയാം റിപ്പോർട്ടിങ്ങിന് നമ്മൾ റിപ്പോർട്ടുകൾ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാണ്. ഈ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള കുറേ പുതിയ മാറ്റങ്ങളാണ്, ട്രെൻഡ്സ് ഓർ ടെൻഡൻസിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ടെൻഡൻസി എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് ഓർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. എവിടെ നിന്നാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത്, എവിടേക്കാണ് നമ്മൾ ക്യാഷ് യൂസ് ചെയ്യുന്നത്, ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. Now we can explain with PPT. As per SEBI direction, every listing company should follow the requirements of accounting standard 3. That is cash flow statement. ഇപ്പോൾ സെബിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എല്ലാ ലിസ്റ്റിംഗ് കമ്പനികളും, അതായത് രജിസ്റ്റേർഡ് കമ്പനികളെല്ലാം, എല്ലാ രജിസ്റ്റേർഡ് കമ്പനികളും എന്ത് ചെയ്തിരിക്കണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. The cash flow statement contains 3 activities. What are they? They are operating activities, investing activities, financing activities. What do you mean by operating activities? Operating activities are the cash flow related with the operating activities are the cash flows related with the operation, that is production and sales. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന സംഭവങ്ങളാണ്. അതായത് നമുക്ക് റവന്യൂ കൊണ്ടുവരുന്ന ആ സോഴ്സുകളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുക. സെയിൽസും പ്രൊഡക്ഷനും ഒക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുക, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ. Second one is investing activities. Investing activity means purchasing and sale of fixed asset. അസറ്റുകൾ വാങ്ങുന്നു, വിൽക്കുന്നു. Purchase and sale of fixed asset. That is investing activity. Then the third one is financing activity. Financing activity means acquiring funds in the business and utilizing these funds in the business. അതായത് ഫണ്ടുകൾ ബിസിനസ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യാണോ, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ വഴി റേസ് ചെയ്യുന്നോ, പബ്ലിക്കിൽ നിന്ന് മണി റേസ് ചെയ്യുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആർ ബേസ്ഡ് ഓൺ ബാലൻസ് ഷീറ്റ്. Operating activities are based on profit and loss account or income statement. These are cash flow reporting. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് പുതിയ ട്രെൻഡാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 അനുസരിച്ചിട്ട് എവറി ലിസ്റ്റഡ് കമ്പനി ഷുഡ് ഫോളോ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3-ലാണ്. ഈ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സെക്കൻഡ് വൺ ഈസ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ പാർട്ടുകളായിട്ട് അല്ലേ. ഇപ്പോഴത്തെ ബിസിനസ്സിൽ നമുക്കറിയാം LPG ഒക്കെ വന്നപ്പോൾ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഈ റീസെൻറ്റ് ഇയേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ബിസിനസ് അതിൻ്റെ സ്കോപ്പ് അല്ലേ ഒരുപാട് എൻലാർജ് ചെയ്യാണ്. ചിലർ കൂടുതൽ ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൻ്റെ ബോർഡർ കടക്കാണ്, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റുകൾ സെർച്ച് ചെയ്യാണ്. അങ്ങനെ അത്രമാത്രം നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് LPG. That is, in the recent years, business have broadened the scope of their activities to different industries, foreign countries and markets. ഇങ്ങനെ പല വിധത്തിൽ ബിസിനസ് എൻലാർജ് ചെയ്യാണ്, സ്പ്രെഡ് ചെയ്യാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ എവറി കമ്പനി മസ്റ്റ് റിപ്പോർട്ട്
ദ റിപ്പോർട്ട് ഓൺ എ സെഗ്മെൻറ്റ് ബേസിസ്. അതിൻ്റെ സെഗ്മെൻറ്റ് ജോഗ്രാഫിക്കൽ ഏരിയയുടെ ബേസിലോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബേസിലോ ഒരു സെഗ്മെൻറ്റുകളുടെ ബേസിൽ നമ്മൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. Then the third trends is interim financial reporting. These are already explained in the previous topics. Interim financial reporting. Interim financial report. നമുക്കറിയാം financial statement are prepared at the end of a പീരീഡ് അല്ലേ. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് പീരിയഡിലാണ്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മന്ത്ലി, ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി ബേസിസിലാണ്. അല്ലാതെ ഇയർലി മാത്രമല്ല, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി. അതാണ് ഇൻറ്ററിം റിപ്പോർട്ട്സ്. ആ ഒരു വർഷത്തിനുള്ളിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആ പീരിയഡിനുള്ളിൽ 1 ഇയറിനുള്ളിൽ തന്നെ ഇടക്കാല റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യും. അതാണ് ഇൻറ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. Interim financial reporting means financial reports are made on monthly, quarterly or half yearly basis. The next one, information about discontinuing operation. അതായത് ചില ഫേമുകൾ അതിൻ്റെ ഏതെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവാം. ഒന്നുകിൽ ഇപ്പോൾ അതിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടാകാം, അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ടൊക്കെ ചില സെഗ്മെൻറ്റുകളെ അല്ലെങ്കിൽ ചില ഓപ്പറേഷൻസ് കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ഡിസ്ക്ലോഷർ മേ ബി പ്രസൻറ്റഡ് ഐദർ ഇൻ ദ നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നോട്ടായിട്ട് കാണിക്കണം ചില സെഗ്മെൻറ്റുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ വന്ന ഫസ്റ്റ് ഇയേഴ്സിന്, അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സെക്കൻഡ് ഇയേഴ്സിന് ഇത് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ഇൻഫോർമേഷൻ എബൌട്ട് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം കൂടി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നുകിൽ നോട്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസിലോ കാണിച്ചിരിക്കണം. Then the next trend is corporate governance report. What do you mean by corporate governance? നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടില്ലേ? Corporate governance is the combination of rules, process or laws by which the business are operated, regulated or controlled. ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന all laws, process, rules, etc. These are corporate governance. All listed companies should attach separate section of corporate governance. ഓരോ ലിസ്റ്റഡ് കമ്പനിയും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷൻ കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി അവർ തയ്യാറാക്കണം. Then the next trend is vertical form of financial statement. നമുക്കറിയാം നമ്മൾ ഓൾറെഡി പണ്ടൊക്കെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത് 2 സൈഡുകളാണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അസറ്റ്സ്, ലയബിലിറ്റീസ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് 2-sided ബാലൻസ് ഷീറ്റ് ആൻഡ് P&L account, they are following columnar forms for balance sheet and profit and loss account. That is statement ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then these are the simple ways of presentation. 2 സൈഡുകളില്ല, ഒരൊറ്റ സൈഡിൽ നമ്മൾ വെർട്ടിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. These are simple ways of presentation. Then the next one is use of chart, graphs, diagrams, etc. in management accounting. നമ്മൾ എന്തിനാണ് ഈ ചാർട്ട് യൂസ് ചെയ്യണേ, നമ്മൾ എന്തിനാണ് ഈ ഗ്രാഫ് യൂസ് ചെയ്യണേ അല്ലെങ്കിൽ ഡയഗ്രംസ് യൂസ് ചെയ്യണേ? ഫോർ ക്യാപ്ചറിങ് ദ അറ്റൻഷൻ ഓഫ് യൂസേഴ്സ് അല്ലേ. പെട്ടെന്ന് ആളുകൾ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ട്സും ഗ്രാഫ്സും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദ ചാർട്ട്സ്, ഗ്രാഫ്സ്, ഡയഗ്രാംസ് എക്സെട്ര. Then the next last one is highlights. Highlights, these are shown in the beginning of the report. Highlights എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മളിപ്പോൾ വാർത്തയൊക്കെ നമ്മൾ ചെയ്യൂലേ, അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് കാണിക്കില്ലേ, പ്രധാന വാർത്തകൾ. അപ്പോൾ ആ ത്രൂ ഔട്ട് ദ വാർത്തയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹൈലൈറ്റ്സ് എന്ന് പറയാം. ദീസ് ആർ ഷോൺ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ റിപ്പോർട്ട്. ഇവിടെ ഹൈലൈറ്റ്സ് നമുക്ക് ഒരു കമ്പനിയുടെ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കമ്പനീസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോജക്റ്റ്, കമ്പനിയുടെ ലോങ് ടൈം പ്രോജക്റ്റുകൾ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ്, ഷെയർ ക്യാപിറ്റൽ. സെയിൽസ്, പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രോജക്റ്റുകൾ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് അസറ്റ്സ്,
ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം നേച്ചർ ഉള്ള, അതെ നമുക്ക് ഒറ്റ യൂസിനല്ല ഒരുപാട് വർഷം എക്സ്റ്റെൻഡ് ചെയ്യുന്ന അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുക. ദെൻ ഷെയർ ക്യാപിറ്റൽ, ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഹൈലൈറ്റ്സിനകത്ത് കാണിക്കുക. മിസ് സ്പീഡിൽ പറയുന്നുണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് എന്താ പറയുക സ്പീഡിൽ പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ ആണെങ്കിലാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ലോഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് മിസ് അങ്ങനെ ചെയ്യണം കേട്ടോ. സ്പീഡ് കൂടുതൽ നിങ്ങൾ ഒന്നും കൂടി റെക്കോർഡ് വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ നിങ്ങൾക്ക്. Then we can summarize the topic. Recent trends in management accounting. The first trend is cash flow reporting. Cash flow statement means a statement which shows cash inflow and outflow. There are 3 types of cash flow. Operating activities that represents the income statement. Investing and financing activities represent the balance sheet. Then the next one, segment reporting. The firms may have broadened their scope into different industries, foreign countries and markets. Each segment has prepared its own report. Interim financial reporting. Management accounting is prepared on monthly, quarterly or half-yearly basis. Information about discontinuing operation. Wherever any operations of a business is discontinued, the notes should be attached with the financial statement. Corporate governance report. Corporate governance is the total of rules, laws, process followed by the company for the operation and controlling of such a business. All listed companies should attach separate section for corporate governance. Then vertical forms of financial statement. Instead of preparing balance sheet in 2 sides and profit and loss account in 2 sides, we can prepare it in a statement form. These are used for the simple ways of presentation. Then the next one is we can use the charts, graphs, diagrams for seeking the attention and attraction of users. Highlights. Highlights are the important things are to be mentioned at the beginning of the report. It covers information like sales, production, capital, projects, working capital, fixed asset, share capital, etc. Okay, thank you.